നിയമത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേക പരിരക്ഷ ലഭിക്കുന്നതിനാൽ ചില സ്ത്രീകൾ ഇത്തരം നിയമങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്ന പല സംഭവങ്ങളും ഇപ്പോൾ വർദ്ധിച്ചു വരികയാണല്ലോ. ഒരു ഉഭയകക്ഷി പ്രകാരം ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വർഷങ്ങളോളം താമസിച്ചാൽ തന്നെ ഏതെങ്കിലും കാരണവശാൽ പുരുഷനും സ്ത്രീയും തെറ്റിപ്പിരിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്ത്രീ ആ പുരുഷനിക്കെതിരെ, അതായത് ഒരുമിച്ച് താമസിച്ച പുരുഷനിക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ പുരുഷൻ പീഡന കേസിൽ പെടുന്ന പല സംഭവങ്ങളും നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്. ഇവിടെ സ്ത്രീയുടെ പൂർണ്ണമായ സമ്മതത്തോടു കൂടിയും മറിച്ച് പുരുഷന്റെ എല്ലാ സാമ്പത്തികം കൈപ്പറ്റിക്കൊണ്ടുമാണ് ഇവർ രണ്ടുപേരും ഉഭയകക്ഷി പ്രകാരം ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടാകുക. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലാണോ സ്ത്രീയുടെ പരാതി മേൽ ആ പുരുഷൻ ഒരുമിച്ച് കഴിഞ്ഞ പുരുഷൻ പീഡന കേസിൽ അകപ്പെടുന്നത്, ഇവിടെയാണ് സ്ത്രീക്ക് കൊടുത്ത പരിരക്ഷ ചില സ്ത്രീകൾ ദുരുപയോഗപ്പെടുത്തുന്ന കാര്യം. അവസരങ്ങൾ കിട്ടാനും പ്രശസ്തിക്ക് വേണ്ടിയിട്ടും പല ആൾക്കാരുമായിട്ട് കടപ്പുറ മന്ത്രിയും മറ്റും ചെയ്ത ശേഷം വർഷങ്ങൾക്ക് ശേഷം അതൊരു പരാതിയായി പോകുമ്പോൾ ആ പരാതിക്ക് എത്രത്തോളം സുതാര്യമുണ്ട്. ഇവിടെ സ്ത്രീകൾക്ക് എന്തുമാകാം എന്നുള്ള ഒരു മനോഭാവത്തിലേക്കാണ് നമ്മുടെ നിയമം പോകുന്നത്. തെറ്റ് ചെയ്തവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവസരത്തിന് വേണ്ടിയിട്ടും മറ്റും പൂർണ്ണമായ സമ്മതത്തോടു കൂടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും വഴങ്ങിക്കൊടുത്ത് പിന്നീട് അവർ അങ്ങനെ ചെയ്തു ഇവർ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പരാതിപ്പെടുന്നത് അത് എത്രത്തോളം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇത്തരം നിയമങ്ങളൊക്കെ പൊളിച്ചെഴുതേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ഇത്തരം നിയമങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് വരിക. ഇവിടെ പുരുഷനും സ്ത്രീയും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിയമത്തിൽ തുല്യ രീതിയിലേക്ക് തന്നെ കൊണ്ടുപോകണം. അത് പുരുഷൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും സ്ത്രീ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും തുല്യമായ രീതിയിലുള്ള ശിക്ഷ ലഭിക്കുന്ന തരത്തിലായിരിക്കാം. എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നിയമം കൂടെ നിൽക്കും എന്നുള്ള ഒരു മനോഭാവത്തോട് കൂടിയിട്ട് ചില സ്ത്രീകൾ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ നാട്ടിന് ഏറ്റവും വലിയൊരു അപകടമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോവുക. അതുകൊണ്ട് തെറ്റ് ചെയ്തവർ പുരുഷനായാലും സ്ത്രീ ആയാലും ഒരുപോലെ ശിക്ഷിക്കപ്പെടുന്ന നിയമമാണ് നമ്മുടെ നാട്ടിന്റെ ആവശ്യം.